ഈ ദുൽഹജ്ജ് 4-ന് ഞാൻ മദീനയിൽ ഒരു അനുഭവസ്ഥനാണ്. ദുൽഹജ്ജ് 3-ന് ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവിടെ വന്നിറങ്ങി. ഉടനെ തന്നെ ഉസ്താദിനെ പോയി കണ്ടു. ഞാനും അന്ന് പകലായിരുന്നു അവിടെ എത്തിയത്. UAE-യിൽ നിന്ന് എത്താനുള്ളൊരു സൗകര്യം കിട്ടിയത് കൊണ്ടാണ്. അങ്ങനെ 4-ാം തീയതി രാവിലെ സുബഹിക്ക് ഞങ്ങൾ നിസ്കരിക്കാനെത്തുമ്പോ റൗദ ഷരീഫിനോട് അടുത്തുള്ള പഴയ പള്ളിയുടെ സഫിൽ, ഞാൻ നിൽക്കുന്ന സഫിന്റെ ബാക്കിലാണ് ഉസ്താദ് അവറുകൾ നിൽക്കുന്നത്. എന്നാ ഉസ്താദിനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് ഞാനങ്ങ് ബാക്കിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും സീറ്റ് പോകും. അത്രയും തിരക്കാണ്. അങ്ങനെ നിൽക്കുമ്പോ കുറച്ചു നേരം കഴിയുമ്പോൾ ക്ലീനിങ് സ്റ്റാഫിനെ മുദീറും പോലീസും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു കർട്ടൻ കെട്ടാൻ പോവാണ്. കാരണം ഇവിടുത്തെ തിരക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ, അവിടെ നാളെ കുറഞ്ഞിട്ട് പിന്നീട് റൗദ ഷരീഫിലേക്ക് വിടാമെന്ന നിലക്ക് ആ തിരക്കിന് പരിഹാരമായി ഒരു കർട്ടൻ കെട്ടാൻ വരുമ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, ആ മഹാന്മാരെ പോലെ, മഹാനവറുകളെ പോലെ ധാരാളം ആലിമീങ്ങൾ അവിടെയുണ്ട്. ഒരുപാട് ഹൈബത്തുള്ളവരുണ്ട്. ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ സാലിഹീങ്ങളുണ്ട്. അവരുടെ ഒന്നും ദർജകൾ നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആരെയും നമ്മൾ വിവേചിച്ച് കാണുന്നില്ല. പക്ഷേ യാദൃച്ഛികമെന്നോ സ്വാഭാവികമെന്നോ രണ്ടർത്ഥത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഈ മുദീർ വന്നിട്ട് ശൈഖുനാ കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞു, ഷെയ്ഖ് ഇങ്ങോട്ട് മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് കർട്ടൻ കെട്ടാൻ നേരം ഷെയ്ഖ് ഇങ്ങോട്ട് മാറി നിൽക്കും. ഒരാളെപ്പോലും അങ്ങനെ പറയുന്ന മക്കാമല്ലത്. അങ്ങനെ പറഞ്ഞപ്പോ ഏതൊക്കെയോ രാജ്യക്കാർ കുറച്ചു പേര് ഉസ്താദിന്റെ കൂടെ തന്നെ തിരക്കി അകത്തേക്ക് കിടക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ പുറത്തുമായി, ഉസ്താദ് അകത്തായി. അങ്ങനെ അകത്ത് കിടന്നതിന് ശേഷം ആ കർട്ടൻ വിട്ടു. ഇനിയിപ്പോ ഈ ആളുകൾ കുറഞ്ഞിട്ടേ ഈ കർട്ടൻ മാറ്റിയിട്ട് നമ്മളെ അങ്ങോട്ട് കയറ്റുള്ളൂ. ആ ഒരവസ്ഥയിൽ ഞങ്ങൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ റൗദ ഷരീഫിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരം വാതിലിന്റെ അടുക്കലെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മുഅദ്ദിൻ അതാ ഉസ്താദിന്റെ കയ്യും പിടിച്ചിങ്ങനെ വരികയാണ് പോലീസിന്റെ സെക്യൂരിറ്റിയോടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ എ.പി. ഉസ്താദിന്റെ കയ്യും പിടിച്ച് മദീനത്തെ വലിയ പണ്ഡിതനായ മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിൻ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിലെത്തി ഞങ്ങളും റസൂലുള്ളാഹിന്റെ അടുക്കൽ സലാം പറഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളെടുക്കൽ സലാം പറഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവിടെ എത്തി. അപ്പോ ശൈഖുനാ എ.പി. ഉസ്താദ് എന്റെ അടുക്കൽ പറഞ്ഞു, മോനെ കൂടിക്കോ, ഇതിവിടുത്തെ മുഅദ്ദിനാണ്, കേൾക്കേണ്ട താമസം ഖാദിമായി നമ്മളും കൂടി. ഞങ്ങളെ കൊണ്ടുപോയത്, ഉസ്താദിനെ കൊണ്ടുപോയത് ഇമാമിന്റെ റൂമിലേക്കാ. ഇമാമിന്റെ റൂമിലെത്തിയപ്പോൾ ആലു ശൈഖ് എന്നവിടെ അറിയപ്പെടുന്ന അവിടുത്തെ മതകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിനോട് ബന്ധമുള്ള പണ്ഡിതൻ ഒരാൾ അവിടെ ഇരിക്കുന്നു. മദീനത്തെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി ശൈഖുനാ ഉസ്താദ് അവറുകളെ ഈ മദീനത്തെ പണ്ഡിതനായ മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിൻ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറിയാണ്. ലോക തലത്തിൽ ധാരാളം ഇസ്ലാമിക ദഅവത്തുകൾ നടത്തുന്ന മഹാനാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ റഈസാണ്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ ഉസ്താദ് കയറി ഇടപെട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഷെയ്ഖ് സുദൈസിനെ കണ്ടിരുന്നു, മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ. അദ്ദേഹം ബുറുദ ഇങ്ങനെ ആലാപനം ചെയ്തപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി എന്ന് ഉസ്താദ് ആ ഇരുന്ന പണ്ഡിതനോട് പറഞ്ഞു. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ബുറുദ എന്ന് പറഞ്ഞാൽ മഹബ്ബത്തിന്റെ കാവ്യമല്ലേ, ഹുബ്ബുർ റസൂലിന്റെ കാവ്യമല്ലേ, ഫസാഹത്ത് സാഹിത്യം അതിൽ നിറഞ്ഞു കവിയുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ആയിരുന്ന പണ്ഡിതനും ബുറുദ എന്ന് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പോ ഉസ്താദ് ചൊല്ലി, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുഹു എന്ന് പറയുന്ന തവസ്സുൽ ഇസ്തിഗാഥയുടെ ഏറ്റവും വലിയ രൂപമുള്ള ബൈത്ത് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അതും അദ്ദേഹവും കൂടെ ചൊല്ലി. ഇതെല്ലാം ചൊല്ലിയതിനു ശേഷം കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഈ പണ്ഡിതൻ യാത്ര ചോദിച്ചു പോയി. ഇപ്പൊ മസ്ജിദ് നബവിയിലെ മുഅദ്ദിൻ കതകിന്റെ കുറ്റിയിട്ടു. ഞങ്ങളെ അകത്തേക്ക് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അതിനോട് ചേർന്നൊരു റൂമുണ്ട്. ആ റൂമിൽ കട്ടിലും കസേരയുമില്ല. ആ റൂമിൽ മെഹ്റാബ് പോലെ ഒരു സ്ഥലമുണ്ട്. ഒരു കപ്പോർഡ്, ഷെൽഫില്ലാത്തൊരു കപ്പോർഡ്, അലമാര പോലത്തെ ഒരു സ്ഥലം. അതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ശൈഖ് അബൂബക്കർ അഹ്മദ്, റസൂലുള്ളാഹിന്റെ മുവാജഹത്തിലുള്ള സ്ഥലമാണിത്. പുന്നാര നബി തങ്ങളുടെ മുഖത്തിനു നേരെ
നിങ്ങൾ ഇടനാഴിയിൽ പോകുമ്പോൾ ആ ദ്വാരത്തിന് നേരെ സലാം പറയില്ലേ, ആ ദ്വാരത്തിന്റെ കറക്റ്റ് ലൈൻ പിടിച്ച് ആ പ്രത്യേക ദിശയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഖാസായ സ്ഥലമാണിത്. ഇവിടെ നിന്ന് സലാം പറയുക. ഉസ്താദ് സലാം പറഞ്ഞു, വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഞങ്ങളും കൂടെ അതിൽ കൂടി. എന്നിട്ട് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു 3 പേർക്കും സലാം പറയത്തക്ക വിശാലതയുണ്ട് ആ സ്ഥലത്തിന്. അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ മഹാനായ മദീനത്തെ പണ്ഡിതൻ പള്ളിയിലെ മുഅദ്ദിൻ പറയാ, ഇഷ്ടപ്പെട്ട പോലെ ദ്വാരുന്നോളൂ, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ദ്വാരുന്നോളൂ. നമ്മൾ ആ ഇടനാഴിയിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ മദീന യൂണിവേഴ്സിറ്റിയിലെ ചില ചെക്കന്മാര് വന്നിട്ട് മലയാളിയാണെങ്കിൽ തിരിച്ചു നിർത്തും. ഇന്ത്യക്കാര്, ബംഗ്ലാദേശികൾ, ഇന്തോനേഷ്യക്കാരെയൊക്കെ തിരിച്ചു നിർത്തും, മലേഷ്യക്കാരെയൊക്കെ. അല്ലാതെ ഇറാഖികളെയോ നൈജീരിയക്കാരെയോ തുർക്കികളെയോ യമനികളെയോ ഈജിപ്ഷ്യന്മാരെയോ ചില പാകിസ്ഥാനികളെയോ വരെ തിരിച്ചു നിർത്താൻ ഇവർ വരില്ല. കാരണം ആരോഗ്യ പ്രശ്നമാണ്. അവർക്കൊക്കെ നല്ല ആരോഗ്യ. നമ്മൾ മലയാളി ഇവിടെ വലിയ ഗമയൊക്കെ അടിക്കും, പക്ഷേ അവിടെ ഒരു നൈജീരിയക്കാരെ കൈയെടുത്ത് വീശിയ 10 മലയാളി ഇതാ കിടക്കുന്നു. ആ നിലക്കേ നമുക്ക് ആരോഗ്യമുള്ളൂ. പിന്നെ ആരോഗ്യക്കുറവ് മാത്രമല്ല നമ്മളെ തിരിച്ചു നിർത്താൻ കാരണം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില പിശാചുക്കൾ ആദ്യമേ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജമാഅത്തുകൾ മുഴുവൻ മുശ്രിക്ക് ജമാഅത്തുകളാണ്. അവിടെ എല്ലാരും ഈ ഖബറിന്റെ അടുത്ത് വന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഖബറിൽ കിടക്കുന്ന അള്ളയാണെന്നാ വിശ്വാസം. ഇത് പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നിന്ന് ദ്വാരക്കാൻ ചിലപ്പോ സൗകര്യം കിട്ടാറില്ല എന്ന് വിചാരിച്ച് നമ്മളെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നൊന്നും വിചാരിക്കരുത്. ആ തിരക്ക് മാറ്റാൻ അള്ളാന്റെ സംവിധാനം തന്നെയാണ്, യാതൊരു സംശയമില്ല.